അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് ഫാം വില്ലേജിലാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ പെറ്റ്സ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യിക്കാനുള്ള അവസരം അവർ തരുന്നുണ്ട് കേട്ടോ. അവർ തരുന്ന സാധനങ്ങൾ കൊടുത്താൽ മതി. ഇവരെ എല്ലാ ജീവികളും നമ്മുടെ നിന്ന് വാങ്ങി കഴിക്കും കേട്ടോ. ആർക്കൊരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാൻ മാത്രം അത്രയും ടേംഡായിട്ടാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളത് കേട്ടോ. പല ടൈപ്പ് ജീവികളുണ്ട്. ഇതൊക്കെ കാണുന്നത് ഒരു ബുള്ളാണ് കേട്ടോ, ടൈപ്പ് ഓഫ്. പിന്നെ ഇതൊരു പോണി എന്നൊക്കെ പറയാൻ പറ്റുന്ന ചെറിയ സൈസ് കുതിരകൾ, ഇങ്ങനെ കുറേ പക്ഷികൾ, മൃഗങ്ങൾ, അതുപോലെ ക്യാറ്റ്സ്, ബേർഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കേട്ടോ. പീക്കോക്കിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലുള്ള ടൈപ്പ് ബേർഡ്സാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാനും ഇവർ അവസരം തരുന്നുണ്ട് കേട്ടോ. കൊണ്ട് ഇതിനൊക്കെ കണ്ട് നമ്മൾ തീറ്റ കയ്യിൽ വെച്ച് ഇങ്ങനെ കൊടുക്കാം, അതൊന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് പെയിനും കാര്യങ്ങളൊന്നും അത് കൊത്തി തിന്നാണെങ്കിൽ കൂടി. കാണുന്നത് ഓസ്ട്രിച്ചാണ് കേട്ടോ. നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഓസ്ട്രിച്ചാണ്, നല്ല സ്ട്രോങ് ആണ് കേട്ടോ കാണാനാണെങ്കിലും. ഇതൊക്കെ ചെറിയ ചെറിയ ബേർഡ്സാണ്. ഇവരൊന്ന് ഫീഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. ഒരു ആപ്പിളും കയ്യിൽ പിടിച്ച് നിന്നാൽ മതി, ഇവർ വന്ന് എടുത്തോളൂ കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന്. പക്ഷേ ഇതിൻ്റെ ടോസിലത്തെ നഖമൊക്കെ നല്ല ഷാർപ്പാട്ടോ. ചെറുതാണെങ്കിലും ഈ ബേർഡൊക്കെ കയ്യിലിരിക്കുമ്പോഴാണ് നമുക്ക് എന്തോ കയ്യിലുള്ള പോലെ ഫീൽ ചെയ്യണത്, കാരണം അവരുടെ ഷാർപ്പ് നഖമൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് കാണുന്നത് പല ടൈപ്പ് കോഴികളാണ്. കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പാണ്, ചിലതൊക്കെ ഒന്നും കാണാത്ത ടൈപ്പാണ് കേട്ടോ. കുറേ ഫ്ലഫി ആയിട്ടുള്ളത്, ഫ്ലഫിനെസ് കുറവുള്ളത്, അങ്ങനത്തെ സാധനങ്ങൾ. കുറേ എണ്ണത്തിൻ്റെ പേരും നമുക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് പേര് നോക്കലൊക്കെ കുറവായിരുന്നു. ഇതൊക്കെ ടർക്കിയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, എന്നാലും പല കളേഴ്സ് വെറൈറ്റീസ് ഓഫ് ടർക്കിയാണ് കേട്ടോ ഇത്. ഇത് ഫെററ്റാണ് കേട്ടോ. ദിവസത്തിൽ 20 മണിക്കൂർ വരെ ഉറങ്ങുന്ന ജീവിയാണ്. പിന്നെ ഞങ്ങൾ പോയത് ഓൾറെഡി ഒരു ഉച്ച ടൈമാണ്. അപ്പോൾ പൊതുവേ മൃഗങ്ങളും പക്ഷികളും ഇതൊക്കെ ഒരു കാമായിട്ട് ക്വൈറ്റ് മോഡിലായിരുന്നു, ഒരു വിശ്രമവേളയിലായിരുന്നു എല്ലാതും കേട്ടോ. ഇതുപോലെ കാണുന്നതൊക്കെ പാമ്പാണെങ്കിൽ നമുക്ക് പാമ്പിനെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇതൊക്കെയായിട്ട് ഇവിടുത്തെ ട്രെയിനർ ഓരോ ജീവിയുടെയും ഭക്ഷണക്രമം, എങ്ങനെ ജീവിക്കും, എന്തതിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ വളരെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണുന്നത് പറക്കുന്ന എണ്ണാനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ, നോർമൽ എണ്ണാനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് അതിന് പറക്കാൻ സഹായിക്കുന്നത്, ആ ചിറക് പോലെയുള്ളത്. പിന്നെ തേള്, സ്പൈഡർ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. യാതൊരു ഉപദ്രവം ചെയ്യാത്ത സാധനങ്ങളാണ്. ഇത് നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു പോമറേനിയൻ പട്ടിക്കുട്ടിക്കില്ല, അതുപോലത്തെ ടൈപ്പിൽ നല്ല അധികം ഫ്ലഫി ആയിട്ടുള്ള തൂവലുള്ള കോഴികളാണ് കേട്ടോ. ഇനി വരണത് ഒരു ഓമ ഇല്ലാത്ത പൂച്ചയാണ്. കാണുമ്പോൾ എന്താ പോലെയാണെങ്കിലും വെറൈറ്റിയാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ എടുക്കാണ്ടും കണ്ടും ലിസ്റ്റൊക്കെ ഞങ്ങൾ നടന്നു. പിന്നെ ഞങ്ങൾക്ക് ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാത്തിനും എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പാമ്പിനൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. എല്ലാം ഭയങ്കര ഇണക്കാട്ടോ. ഈ ആടൊക്കെ വളരെ ഇണക്കത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിന് നമ്മൾ പോപ്കോണാണ് കേട്ടോ ഇതിന് കൊടുക്കണം. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അടുത്ത ചേച്ചി പറഞ്ഞേട്ടാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12:45 കൂടിയാണ് പോയത്. ഒരു 5 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തി കേട്ടോ.